ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ വീഡിയോയിൽ നമ്മൾ ലേബർ ലോ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ലേബർ ലോസിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ലോസ് ഉണ്ട്, ഒരുപാട് ആക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, പിന്നെ അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസ് ആക്ട്, പിന്നീട് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട്. ഇങ്ങനെ ഒരു 2-3 ആക്റ്റുകളാണ് നമുക്ക് ഈ ലേബർ ലോസിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 എന്താണെന്നൊന്ന് നോക്കാം. ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത്, ആ രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അവിടെയുള്ള ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയുടെ പ്രോസ്പെറിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലോ അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആ ഇൻഡസ്ട്രിയിൽ പ്രോപ്പറായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രി പ്രോസ്പെർ ആവും. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന പ്രൊഡക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മാനേജ്മെൻറ്റും ലേബറും തമ്മിലുള്ളൊരു ഹാർമോണിയസ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റും ലേബറും തമ്മിൽ ഇപ്പോൾ ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തിന് കാരണമാകും? സ്ട്രൈക്കിനും ലോക്കൗട്ടിനൊക്കെ കാരണമാകും. അപ്പോൾ അതില്ലാതെ ഇവർക്കൊരു ഹാർമോണിയസ് ആയിട്ട് റിലേഷൻഷിപ്പ് വരാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്ഷൻ അവിടെ നടക്കുകയും അതുമൂലം നമ്മുടെ കൺട്രി തന്നെ പ്രോഗ്രസ് ആകുകയും ചെയ്യും. ഇനി ഈ പറയുന്ന നമ്മൾ പറഞ്ഞില്ലേ, മാനേജ്മെൻറ്റും ലേബേഴ്സും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുമെന്ന്. അപ്പോൾ അങ്ങനെ കോൺസിക്വൻഷ്യലായിട്ട് വർക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ നേഷൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 എന്ന് പറയുന്ന ഒരു ആക്ട് സെൻട്രൽ ലെജിസ്ലേച്ചർ ഇനാക്ട് ചെയ്തത്. അപ്പോൾ അവരുടെ ഒബ്ജക്റ്റ് എന്തായിരുന്നു? settling the disputes between the workmen and the management amicably and peacefully. ഈ പറയുന്ന വർക്ക്മെനും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യുക. എങ്ങനെ? ഒരു പീസ്ഫുള്ളി ആൻഡ് ഫ്രണ്ട്ലി മാനറിൽ അത് സെറ്റിൽ ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റോടു കൂടി കൊണ്ടുവന്നാൽ സെൻട്രൽ ലെജിസ്ലേച്ചർ ഇനാക്ട് ചെയ്ത ഒരു ആക്റ്റാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. അപ്പോൾ ഇത് ഫോഴ്സിലേക്ക് വരുന്നത് April 1, 1947 April 1, 1947 ഈ ഒരു ആക്ട് ഫോഴ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആ ഒരു ആക്ടിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനൊരു ആക്ട് ഉള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോറിറ്റീസ് അണ്ടർ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിൻ്റെ അകത്ത് വരുന്ന അതോറിറ്റീസ്. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 എന്തിനാണ് ഇനാക്ട് ചെയ്തത്? ടു പ്രിവെൻറ്റ് ആൻഡ് സെറ്റിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകൾ, ഇൻഡസ്ട്രിയിൽ വരുന്ന തർക്കങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടും അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ഉള്ളത്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് അവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ദ ആക്ട് ഈസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകൾ അന്വേഷിക്കാനും അതിൻ്റെ സെറ്റിൽമെൻറ്റിനും വേണ്ടിയുള്ളതാണ് എന്നതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ആക്ടിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ പീസ് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇഫക്റ്റീവായിട്ടുള്ള മെഷീനറി ഉണ്ടെന്നുള്ള കാര്യം ഈ ആക്ടിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ പീസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പല അതോറിറ്റീസ് ഇവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അതോറിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇൻവെസ്റ്റിഗേഷൻ നടത്താനും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽമെൻറ്റിനും വേണ്ടിയിട്ട്, ഈ 2 കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പല അതോറിറ്റീസിനെ ഈ ഒരു ആക്റ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതൊക്കെ അതോറിറ്റീസാണ് ഈ ഒരു ആക്ടിൻ്റെ അകത്ത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടും പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 7 അതോറിറ്റീസിനെ പറ്റിയാണ് പറയുന്നത്. വർക്ക്സ് കമ്മിറ്റി, രണ്ടാമത്തത് കൺസീലിയേഷൻ ഓഫീസർ, മൂന്നാമത്തത് ബോർഡ് ഓഫ് കൺസീലിയേഷൻ, ആൻഡ് നാലാമത്തത് കോർട്ട് ഓഫ് ഇൻക്വയറി, 5 ലേബർ കോർട്ട്, 6 ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ, 7 നാഷണൽ ട്രിബ്യൂണൽ. ഇങ്ങനെ ഒരു 7 അതോറിറ്റീസാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. ഇനി നമുക്ക് ഓരോ അതോറിറ്റീസിനെയും
ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്